2026 കേരള ഭരണം ആർക്ക്? പല സർവേകളും വന്നു കഴിഞ്ഞു. സർവേകളിൽ ഭൂരിഭാഗവും എൽ ഡി എഫിന് അനുകൂലവുമാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ടും എൽ ഡി എഫിന് അനുകൂലമാണ്. പക്ഷേ അതിനൊക്കെ ഉപരി ഇപ്പോൾ തന്നെ നമുക്ക് ഫലം നിർണ്ണയിക്കാൻ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പാഴൂർ പടിപ്പുര വരെ പോവേണ്ട കാര്യമില്ല. പ്രീ പോൾ സർവേകൾ തേടിപ്പോകേണ്ട കാര്യമില്ല. കൃത്യമായി പറഞ്ഞാൽ 3 ജില്ലകൾ, ആ ജില്ലകൾ കേരളത്തിൻ്റെ ഭരണം നിശ്ചയിക്കും. ആ 3 ജില്ലകളും തെക്കൻ ജില്ലകളാണ്. 3 ജില്ലകൾ തെക്കൻ ജില്ലകളാണ് എന്ന് മാത്രമല്ല, ആ ജില്ലകളിൽ 17 സീറ്റ് നേടുന്ന മുന്നണി ആരോ അവർ അധികാരത്തിൽ വരും. 30 സീറ്റുകളാണ് ഈ ജില്ലകളിൽ ആകെയുള്ളത്. അവിടെ 17 എണ്ണം നേടുന്ന മുന്നണി അധികാരത്തിൽ വരും. ഈ ജില്ലകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇതാണ് ജില്ലകൾ. ആകെ 140 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ ഈ 3 ജില്ലകൾക്കും കൂടി 30 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 30 എണ്ണത്തിൽ കഴിഞ്ഞ തവണ UDF നേടിയത് 3 സീറ്റ്. അതും കോൺഗ്രസ് തന്നെയാണ് നേടിയത് 3 സീറ്റ്. ബാക്കി 27 സീറ്റും നേടിയത് LDF. ഇത്തവണയും LDF ഈ ജില്ലകളിൽ കുതിച്ചു കയറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ തുടർഭരണ മോഹം അവസാനിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഈ ജില്ലകളിൽ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് വലിയൊരു വിജയമാണ് LDF നേടിയത്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. തിരുവനന്തപുരത്തെ DCC അധ്യക്ഷനായിരുന്ന പാലോട് രവി തന്നെ പറഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരാൻ വലിയ പാടാണെന്ന്. തിരുവനന്തപുരത്ത് 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 എണ്ണവും ഭരിക്കുന്നത് LDF ആണ്. ഈ 13 എണ്ണത്തിലും ആധികാരികമായ വിജയമാണ് LDF നേടിയത് എന്നതും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വലിയൊരു കുതിച്ചുകയറ്റം കോൺഗ്രസിന് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ BJP 2ാം സ്ഥാനത്താണ്. CPM ഭരിക്കുന്ന LDF ഭരിക്കുന്ന കോർപ്പറേഷനിൽ BJP 2ാം സ്ഥാനത്താണ്. കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ ഗതി വളരെ ദയനീയമാണ്. ഏകദേശം 10 സീറ്റ് അടുപ്പിച്ച് അവർക്ക് കോർപ്പറേഷനിൽ ഉള്ളൂ. തിരുവനന്തപുരത്ത് കോൺഗ്രസ് ദുർബലമായി കൊണ്ടിരിക്കുകയും BJP വളർന്ന് പന്തലിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ ഇടതുമുന്നണി ശ്രമിക്കും. അതിനെ തടയിടാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി കൊല്ലമാണ്. കൊല്ലത്ത് 11 നിയോജക മണ്ഡലങ്ങളാണ്. ഈ 11-ൽ 9 ഇപ്പോൾ 9 ജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11-ൽ 9 ജയിച്ചത് LDF ആണ്. ഇത്തവണ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ എന്ന് കണ്ടറിയണം. കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലും മാത്രമാണ് കഴിഞ്ഞ തവണ UDF ജയിച്ചത്. ബാക്കി മണ്ഡലങ്ങളെല്ലാം LDF തൂത്ത് വാരുകയായിരുന്നു. എന്തായാലും കൊല്ലം എക്കാലത്തും ഇടതുമുന്നണിയുടെ ശക്തി ദുർഗമാണ്. തിരുവനന്തപുരത്തേക്കാൾ ഇടതുമുന്നണിക്ക് ശക്തിയുള്ള ജില്ലയാണ് കൊല്ലം. ഇവിടെ ഒരു അട്ടിമറി വിജയം നേടാൻ UDFന് കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം. സാധ്യമല്ല എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. ഇനി പത്തനംതിട്ടയാണ്. പത്തനംതിട്ട 5 നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ 5-ൽ 5 നേടിയത് ഒരു ക്ലീൻ തൂത്തുവാരൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സമ്പൂർണ്ണ തൂത്തുവാരൽ നടത്തിക്കളഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF. ഇത്തവണയും അങ്ങനെയുള്ള ശക്തമായ ഒരു മത്സരം തന്നെയാണ് LDF കാഴ്ചവെക്കുന്നത്. ഇത്തവണ പത്തനംതിട്ട ഒരു സീറ്റ് ഒരു പക്ഷേ UDFന് ലഭിച്ചേക്കാം. അത് ആറന്മുള വീണ ജോർജിൻ്റെ സീറ്റാണ്. അത് ചിലപ്പോൾ ലഭിച്ചേക്കാം. പക്ഷേ ബാക്കി 4 സീറ്റും LDFൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ 3 ജില്ലയിൽ 17 സീറ്റ് നേടുക എന്നുള്ളത് ഒരു മാന്ത്രിക സംഖ്യ തന്നെയാണ് UDFന്. LDFന് എളുപ്പവുമാണ്. കാരണം ഈ 3 ജില്ലകളിലും LDFിലെ MLAമാർ വളരെ ശ്രദ്ധാപൂർവം ശക്തിയുക്തം പണി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ജില്ലകൾ പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരള പറഞ്ഞത്, അടുത്ത ഭരണം ആർക്കെന്നറിയാൻ പാഴൂർ പടിപ്പുര വരെ പോവേണ്ട കാര്യമില്ല. ഈ 3 ജില്ലകൾ നോക്കിയാൽ മതി. 3 ജില്ലകളിൽ 30 സീറ്റ്. ഇപ്പോൾ LDFനുള്ളത് 27 സീറ്റ്, UDFനുള്ളത് 3 സീറ്റ്. ഈ സീറ്റും വെച്ച് UDFന് ഒരു തിരിച്ചുവരവ് നടത്താൻ ആവുമോ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്.